കേരളത്തിനും തമിഴ്നാടിനും ഒരു പ്രത്യേകതയുണ്ട്. ചരിത്രത്തിൽ ഇതുവരെ പുറത്തു നിന്നുള്ള ഒരു ശക്തിക്ക് ഈ രണ്ട് സംസ്ഥാനങ്ങളും കീഴടക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ശക്തമായി നിൽക്കുന്ന പാർട്ടിയാണ് BJP. 15 സംസ്ഥാനങ്ങളാണ് BJP നേരിട്ട് ഭരിക്കുന്നത്. 22 സംസ്ഥാനങ്ങൾ NDA അലയൻസ് ഉള്ള ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത്. എന്നിട്ടും ഇത്രയും വർഷമായിട്ടും അവർക്ക് തമിഴ്നാട്ടിലും കേരളത്തിലും അധികാരത്തിലെത്താൻ സാധിച്ചിട്ടില്ല. എതിർ പാർട്ടിയിലെ MP മാരൊക്കെ BJPയിലേക്ക് പോകുന്നു. ഓപ്പറേഷൻ ലോട്ടസിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു. ബംഗാളില് BJP അധികാരത്തിൽ വരുന്നു, ആസാമിൽ അധികാരത്തിൽ വരുന്നു. പക്ഷേ എന്നിട്ടും കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രം ഇവർക്ക് അധികാരത്തിലേക്ക് വരാൻ പറ്റുന്നില്ല. ഇനി വളരെ രസകരമായിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പില് കേരളവും തമിഴ്നാടിന്റെയും പൊസിഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇനി വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇവിടെ രാജഭരണം നടന്നിരുന്ന കാലത്ത്, ഈ കേരളം തമിഴ്നാട് നിന്നിരുന്ന പ്രദേശങ്ങള് മൗര്യ രാജവംശത്തിന് കീഴടക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റിന് കീഴടക്കാൻ സാധിച്ചിട്ടില്ല. മുഗൾ രാജാക്കന്മാർക്കും കീഴടക്കാൻ സാധിച്ചിട്ടില്ല. നിലവിൽ BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്കും ഈ രണ്ട് സംസ്ഥാനങ്ങളിലും അധികാരത്തിലെത്താൻ സാധിക്കുന്നില്ല. ഇപ്പൊ TVK എന്ന് പറയുന്ന പാർട്ടിയുമായിട്ട് വിജയ് അധികാരത്തിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ TVKയും കോൺഗ്രസുമായിട്ടാണ് സഖ്യം ചേരുന്നത്, BJPയുമായിട്ടല്ല സഖ്യം ചേരുന്നത്. ചുരുക്കി പറഞ്ഞാല് ചരിത്രം ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും. പുറത്തു നിന്നുള്ള ഒരു ശക്തിക്കും ഈ രണ്ട് സംസ്ഥാനങ്ങളെയും കീഴടക്കാൻ സാധിക്കത്തില്ല.